Welcome to Nana's Creations. ഇനി നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആദ്യം നമുക്ക് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇതിലേക്ക് ചേർക്കാം. 1 പിഞ്ച് ബേക്കിംഗ് സോഡയും 1 പാക്കറ്റ് അമൂൽ പൊടിയും എടുത്തിട്ടുണ്ട്. അമൂല്യ ചേർക്കുന്നത് ഓപ്ഷണലാണ്. ഇതിടുമ്പോഴത്തേക്കും കേക്കിന് ടേസ്റ്റ് ഒന്നും കൂടി കൂടും. ഇത് അരിച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. ഇനി 4 മീഡിയം സൈസ് മുട്ടയാണ് എടുക്കുന്നത്. മുട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് കേക്ക് ഉണ്ടാക്കിയാൽ കേക്ക് ശരിയായിട്ട് വരില്ല. ഈ മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമ്മൾ ചേർക്കുന്നത്. ആദ്യം കുറച്ച് ബാച്ചസ് ആയിട്ടാണ് ചേർക്കുന്നത്. ആദ്യം ഇത്തിരി പഞ്ചസാര പൊടിച്ചിടണം, ബീറ്റ് ചെയ്യണം. പിന്നെയും കുറച്ചും കൂടി പഞ്ചസാര പൊടിച്ചതിടണം, ബീറ്റ് ചെയ്യണം. ഇങ്ങനെ ചെയ്യണം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യണത്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതിയാകും. ഇതിലേക്ക് ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യുക. കൂടുതലായിട്ട് മിക്സ് ചെയ്താൽ കേക്ക് ചിലപ്പോൾ പൊന്തിയൊന്നും വരില്ല, ചിലപ്പോൾ അത് സോഫ്റ്റായിന്ന് വരില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ നമ്മൾ ഇത് മിക്സ് ചെയ്യണം. നമുക്കിനി വേണമെങ്കിൽ ഇതിൽ കുറച്ച് മിൽക്ക് ആഡ് ചെയ്യാം. ബാറ്റർ ചിലപ്പോൾ കട്ടിയായിട്ട് വരുവാണെങ്കിൽ നമുക്ക് മിൽക്ക് ആഡ് ചെയ്യാം. കുറച്ച് ബാറ്റർ എടുത്തിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അതിലേക്ക് 2-3 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ആക്കാം. ഇനി നമുക്ക് ബാറ്റർ നമ്മുടെ മൗൾഡിലോട്ട് ഒഴിക്കാം. ആദ്യം നമ്മൾ വാനില ഫ്ലേവറുള്ള ബാറ്ററാണ് ഒഴിച്ചത്. അതിനുശേഷം അതിൻ്റെ മേളിലായിട്ട് ചോക്ലേറ്റിൻ്റെയും പിന്നെ അതിൻ്റെ മേളിലായിട്ട് വാനില, ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഇതിൽ വൈറ്റ് കാണുന്ന സ്ഥലത്ത് ഞാൻ ഇടയ്ക്കായിട്ട് ചോക്ലേറ്റ് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിന് ഇഷ്ടമുള്ള ഡിസൈൻസ് കൊടുക്കാം. ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് വരക്കാം. അപ്പോൾ നമുക്കൊരു മാർബിൾ സ്റ്റൈലൊരു ഡിസൈൻ കിട്ടും. ഇതിപ്പോൾ ചെറുതായിട്ടൊരു പൂ പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിന് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 170 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സാണ് ഇത് ഞാൻ ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. നല്ല പഞ്ഞു പോലുള്ള മാർബിൾ കേക്ക് നിങ്ങൾക്ക് കാണാം. ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.